ഞാനേക്കാ ഇന്ന് നിങ്ങൾക്ക് ലീവാണോ? ഇന്ന് ലീവാ. ഇന്ന് ലീവ് പറഞ്ഞാൽ ഞങ്ങളെ ജോലിയിൽ 6 ദിവസം ജോലി അവിടെ ഡ്യൂട്ടി പോയിട്ട് 6 ദിവസം ഡ്യൂട്ടി ചെയ്താലേ ഒരു ദിവസം ലീവ് കിട്ടും. അതായത് 6 ദിവസം ലീവ് എടുത്താൽ ഒരു ദിവസം ചുട്ടിയാണല്ലേ? അല്ലല്ല, 6 ദിവസം ജോലി ചെയ്താൽ ഒരു ദിവസം ലീവ്. ഒരു ദിവസം ലീവ്. പിന്നെ ഇന്നിപ്പോ നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇന്ന് പോണത് നമ്മൾ ബഗീച്ച എന്നാ ഞങ്ങളെ ഭാഷയിൽ പറയല് ഇവിടെ. ബഗീച്ച തൊടൂല്ലേ? തൊടു അല്ലെങ്കിൽ പാടം അല്ലേ? അപ്പൊ അവിടെ പോയിട്ട് ഇന്ന് കപ്പ എടുക്കണം, ഇഞ്ചി പറിക്കണം, പല ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ചേമ്പായിട്ടും അമരക്കായിട്ടും പല പല കാര്യങ്ങളുണ്ട്. അത് ഒരു ദിവസത്തിൽ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ദിവസം കിട്ടിയാൽ അതെല്ലാം ചെയ്ത് വെക്കണം. പിന്നെ താറാവിന് തീനി കൊടുക്കണം. താറാവിനൊക്കെ അങ്ങനെ താറാവെല്ലാം ലേസം ഒരു കുറച്ച് താറാവ് ഉണ്ട്. അപ്പൊ അതിന് ലേസം എന്നല്ല, താറാവ് ഉണ്ട്. അപ്പൊ അതിന് തീനി കൊടുക്കണം. ഇതെല്ലാം ഒരു അല്ല. ഇന്ന് വേറെ എന്താണ് ഇപ്പൊ കപ്പ പറിക്കണം. പിന്നെ ഇതുണ്ടല്ലോ നമ്മള് മറ്റേ ഇന്ന് കറി വെച്ചു അത്. പിന്നെ കൂർക്ക, അത് ഒരു മെയിനായ സാധനം. അത് ഭയങ്കര അത് ഡിമാൻഡാണ് ഇവിടെ. അപ്പൊ അത് എടുത്ത് സ്റ്റോക്ക് വെക്കണം. ലീവില്ല അന്ന് എടുത്തിട്ട് അത് സ്റ്റോക്ക് വെക്കും. ചോദിക്കണത് എങ്ങനെയാണ് അതുമാതിരി എടുത്ത് കൊടുക്കും. പിന്നെ നമ്മള് ഷൈന മോളൊക്കെ എപ്പോഴും കൂടെ വരാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ടോ? വരാറുണ്ട്. സ്കൂൾ ലീവില്ല എന്നെല്ലാം വരാറുണ്ടല്ലേ? ഞാൻ അങ്ങനെ കമ്പൽ ചെയ്യൂല കുട്ടികളെ. അവര് ഇഷ്ടമെങ്കിൽ സഹായിക്കാം. അവര് കൂടെ വന്ന ഐസ്ക്രീം ചെലവ് കുറെ ഉണ്ട്. എപ്പോഴും ഐസ്ക്രീം വേണല്ലേ? കൂലിക്കാരെ വിളിക്കണ മാതിരിയാണ്. ഐസ്ക്രീമും അവരെ പല ഡിമാൻഡ്സ് ഉണ്ടാവും. ബീച്ചസ് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ബീച്ച് കൊണ്ടുപോകണം, 2 ലേബറിന് ഒരു ദിവസം 2000 റുപ്യ. പിന്നെ ഇത് നമ്മളെ എന്താണ് പെങ്ങളെ അല്ലേ? മോന്. പെങ്ങളെ മോന്. അവനും കൂടെ ഇടയ്ക്ക് വരില്ല. അവനും ആ കള്ളനാ, വരൂല. എങ്കിലും ഇങ്ങനെ ബീച്ചസ് പോണം പറഞ്ഞ അവര് വരും. ഇത് ചാണകല്ലേ അവിടെ കിടക്കുന്നത്? ഇത് അവരും ഉണ്ടാക്കണം. ഇത് ഞങ്ങളതല്ല. ഈ സാധനം ഞങ്ങൾ ഇതൊന്നും ഉപയോഗപ്പെടുത്തൂല. കാരണം ഞങ്ങൾക്ക് നല്ലത് തിന്നണം. ഈ മരുന്ന് യൂസ് ചെയ്ത സാധനല്ലേ, അത് ഞങ്ങൾ കഴിക്കാറില്ല. വളരെ കുറവ്. നല്ല ബുദ്ധിമുട്ടി സാഹചര്യത്തിൽ ചെയ്യും. ഇതൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ബഗീച്ചയിൽ എത്തി അല്ലേ? ഇതാണ് നമ്മളെ ബഗീച്ച. ബഗീച്ച നമ്മൾ തൊടു അല്ലേ? പിന്നെ ഇന്നെന്താ ഫസ്റ്റ് പരിപാടി? ഇന്ന് ഫസ്റ്റ് പരിപാടി മുഷരിഫാ ആയിയേ സബ് ലോഗ്. മുഷരിഫ് ആയിയേ സബ് ലോഗ് ആയിയേ. ഇന്നിപ്പോ ഫസ്റ്റ് പരിപാടി കപ്പ എടുക്കണം. പൂള എടുത്ത് അത് പെട്ടെന്ന് ഒരാള് ചോദിച്ചു. പൂള ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കൊറേ അങ്ങ് പറിച്ചില്ലേ? അതിങ്ങനെ ഓരോ ദിവസം ആള് എങ്ങനെ ചോദിക്കണം അങ്ങനെ എടുത്തു കൊടുക്കും. അപ്പൊ അത് നമ്മള് ഡ്യൂട്ടിന്റെ കൂടെ ഒരു സമയം നിങ്ങൾക്ക് ഫ്രീ ഇല്ല. അതായത് നിങ്ങളിപ്പോ എന്താണ് അല്ലെ നാട്ടിൽ KSRTC എന്ന് പറയാ, ഇവിടെ സ്റ്റേറ്റിലെ STS സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ ഡ്രൈവറാണ്. പക്ഷെ എന്നാലും ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഒഴിവുള്ളത്. ഇത് പറയാൻ ഞാൻ മറന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു സാധനം മരുന്നില്ലാത്ത കഴിക്കണ പറയണില്ലേ? അതാ ഇവിടെ വന്ന് നോക്ക്. ഈ മഞ്ഞള് ഇതില് ഈ മഞ്ഞളുണ്ട്. ഇന്നലെ എടുത്തു. അടക്കൊക്കെ ഉണ്ടല്ലേ? ഇന്നലൊക്കെ എടുത്തു പോയി. ഞങ്ങൾ ഇതെല്ലാം സ്വന്തം യൂസ് ചെയ്യല്. മഞ്ഞള് സ്വന്തം. ഇതിപ്പോ മഞ്ഞളാ. ഇത് ഇന്നലെ എടുത്തു കൊണ്ടുപോയി. ഇതല്ല ഇത് പറിക്കാൻ ബാക്കിണ്ട്. ഇതെല്ലാം പറിച്ചു കൊണ്ടുപോയി. മഞ്ഞളല്ലേ? പുഴുങ്ങിയിട്ട് മഞ്ഞൾ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കണേ ഇവിടെ? ഇഞ്ചി ഇപ്പൊ പറിച്ചു. ഇനി നമുക്ക് ഇനി പൂള പറിക്കാല്ലേ? അപ്പൊ കുറച്ചേരം വരി. അപ്പൊ ഈ പൂളൊക്കെ നിങ്ങൾ പറിച്ചാണോ? വെട്ടി അല്ലേ? വെട്ടി പറിച്ചു. ഇനി നമുക്ക് ഏതാ പറിക്കാ? ഇതിപ്പോ ഒറ്റക്ക് പറിക്കണം പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെ നിങ്ങൾ ഇന്ന് ഇതൊക്കെ എടുക്കാൻ മറന്നൂലേ?
അതിന്റെ കത്തി അതിന്റെ സാധനങ്ങളൊക്കെ പ്രധാനപ്പെട്ട വാക്ക് അതാണ്. ഞാൻ അവിടുന്ന് ഈ ജോലിക്കാ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോ ഞങ്ങളെ അതിന്റെ ജോപ്പിടി എന്നാ പറയാ, ജോപ്പിടി ഇത് നെടുമ്പര നമ്മളെ ഈ സാധനങ്ങളൊക്കെ വെക്കണ തരാ ജോപ്പിടി. അപ്പൊ അതിന്റെ ചാവി എടുത്ത് കൊണ്ടുവന്നില്ല. അത് കാരണം കുറച്ച് ജോപ്പിടി തൊഴുത്ത് പറയോ, തൊഴുത്ത്. അതായത് നമ്മുടെ തൊഴുത്തരുമ്പോളേ ഈ പശുവിനൊക്കെ വളർത്തുന്ന അതിന് ജോപ്പിടി അറിയോ? ജോപ്പിടി പറയും. ജോപ്പിടി ഹിന്ദി മനസ്സിലായി. ഞങ്ങൾ ഇവിടുത്തെ മലയാളം പ്യൂർ മലയാളം അല്ല, മിക്സഡ് എല്ലാം മിക്സ് ആണ്. അപ്പൊ ആ മലയാളത്തിൽ ഇത് ഞങ്ങള് തൊഴുത്ത് ആ തൊഴുത്താണ് എന്ത് ഇവിടെ ജോപ്പിടി. നല്ല മാതിരി ഉച്ചരിക്കാൻ പറ്റൂല ഞങ്ങൾ. പക്ഷെ അതല്ല, ഈ ജോപ്പിടിയിലാണ് സാധനങ്ങള് ഒക്കെ വെക്കണ്. അതായത് ഈ ഞങ്ങള് ബിക്കാസ് പറയും, കുന്താലി ബിക്കാസ് ഒക്കെ അല്ലെ. അതൊക്കെ ഇന്ന് സത്യം പറയാൻ ചാവി മറന്ന് അതില്ലാണ്ട് എടുക്കാം. എന്നാ നോക്കാം നമുക്ക്. ഇത് പറ്റുമോ, എടുക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യും. ഇപ്പൊ ഈ മടാള് ഇത് നമ്മൾക്ക് പറ്റിയതല്ല. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ ഒന്ന് നോക്കട്ടെ. നോക്കാം. ഒറ്റക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യല്ലേ. ഇതില് സാധനം കുറവാ, എന്നാലും പൊട്ടിയില്ല. മണ്ണുണ്ട്. അത് മണ്ണിന്റെ ഇത് പോരാ. അതെ ഇത്ര പോരാ. ഇതിനെക്കാട്ടിയും ചിലത് വലുപ്പം ഉണ്ടാവും. ഇല്ല, ഇത് പൊട്ടിയിട്ടില്ല. ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ട്രൈ ചെയ്യല്ലേ. ഡൗട്ടാണ്. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? പിടിക്കാം, നോക്കട്ടെ. ഒരാൾ പിടിക്കണം അല്ലേ. ഇത് മണ്ണ് ഉറച്ചതാ. ഓക്കെ. എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്. അത് നമുക്ക് ഷാഹിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഏതായാലും ഇതാണ് നമ്മളെ ഷാഹിന മോൾ. അസ്സലാമു അലൈക്കും. അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന എനിക്ക് ചെലവ്. ഈ ചെലവ് അധികമാണ്, ഹെൽപ്പ് ചെയ്യാനും. ഇതില് കിഴങ്ങ് കുറവാ, എങ്കിലും നോക്കട്ടെ. അതായത് ഒരു മടാലിന്റെ ആവശ്യമില്ല അല്ലേ. ഇല്ല, കിഴങ്ങ് ഒരു ഉപകരണത്തിന് ആവശ്യമില്ല. കുറവായതുകൊണ്ട് സിമ്പിളായി പഠിക്കണം അല്ലേ. ഇനി ഇത് വെട്ടണ്ടേ അതോ പിന്നെ വെട്ടിയാ? ഇത് ഇനി ചുരുങ്ങിയത് ഒരു 50 കിലോ എടുക്കണം. എനിക്ക് 50 കിലോ എടുക്കണം അല്ലേ. ഓക്കെ. തുടങ്ങല്ലേ? ഇത് കുറച്ച് ബുദ്ധിമുട്ട് കാര്യമാണ്. നമ്മള് ഏതായാലും നമുക്ക് ട്രൈ ചെയ്യുക. ഞാനും സഹായിക്കാം. ആ സാധനം മറന്ന് അത് ഇതില് കുടുങ്ങിപ്പോയി. കുഴപ്പമില്ല. നമുക്കേ ഒന്നും ഇല്ലാതെ, ഒരു ഉപകരണം ഇല്ലാതെ, ഈ മണ്ണ് നല്ല മണ്ണാണല്ലോ. മണ്ണ് നല്ലതാണ്, പക്ഷെ ഉറച്ചു. എന്നാ നമുക്ക് ട്രൈ ചെയ്യാം. ഒരാളെ കൊണ്ട് പറ്റണ കാര്യമല്ല. എങ്കിലും നോക്കാം. ഞാനേ എന്നെ കൂടെ കഴിഞ്ഞ പോലെ ഞാൻ ചെയ്ത് നോക്കാം. അങ്ങോട്ട് പിടിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് തള്ളണം. 1 2 3 സ്റ്റാർട്ട്. ഉണ്ട് സാധനം ഓക്കെ അല്ലേ. കുറച്ച് അങ്ങനെ മണ്ണ് ഉറച്ചതുകൊണ്ട് എങ്കിലും ഇങ്ങനെ ഉണ്ടാവും. 3-4 കിലോ ഉണ്ടാവും. ഇത്ര പോരാ ഇത്. ഞാനേക്കാ ഇപ്പൊ നല്ല ഈ ഭൂമി ഉറച്ചത് കൊണ്ടേ നമ്മള് കൊടുവാളൊന്നും കൊടുന്നില്ലല്ലോ. അപ്പൊ ടൈറ്റാണ്. അപ്പൊ ഇനി എളുപ്പമുള്ള നോക്കിയാലോ. ഇത് എളുപ്പമാവോ? അവിടെ ഭയങ്കര ടൈറ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഹെൽപ്പ് വേണമെങ്കിൽ പറയട്ടോ. നോക്കട്ടെ. കാരണം ഹെൽപ്പ് നിർബന്ധമാണല്ലോ. തൽക്കാലം ഒരു 10 കൊമ്പേലും പറിക്കണല്ലേ. ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടാവില്ലേ അല്ലേ. നോക്കട്ടെ. നോക്കി. പിടിക്കാം. ഇത് വരുന്നുണ്ടല്ലേ. വാ, അൽഹംദുലില്ലാ. കിട്ടില്ലേ? ഇത് കിട്ടി. അടുത്തത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതൊന്ന് ട്രൈ ചെയ്യല്ലേ. കാരണം
ഇന്ന് നമ്മള് ഇതെല്ലാം എടുക്കണം. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ഏതായാലും ആൻഡമാൻ്റെ ആളുകളുടെ ആരോഗ്യത്തിന് പിന്നെ രഹസ്യങ്ങളാണല്ലേ നാടൻ ഫുഡുകൾ. ഇതിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോവാണ്. നാട്ടിൽ നിന്ന് ഇത് അന്യം നിന്ന് പോവാണ്. പല ആളുകളൊക്കെ ഈ മരുന്നിട്ട ഭക്ഷണവും ഒക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മരുന്നൊന്നും പ്രയോഗിക്കുന്നുണ്ടോ? ഇതിൽ ഒരു മരുന്നുമില്ല, ഒന്നും പ്രയോഗിക്കണില്ല. ഇല്ല. ഇതിലെന്താ ഇത് ജോലിയൊന്നുമില്ല. ഒരു പ്രാവശ്യം നടുക, പിന്നെ മണ്ണ് കയറ്റുക. അപ്പൊ നല്ല നമുക്ക് യോജിച്ച മണ്ണാണല്ലേ? കാരണേ നമ്മുടെ ഈ ദ്വീപിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം. കാരണം ചുറ്റും കടല്, ആ കടലിൻ്റെ അടിയിലും ഒരുപാട് ഭൂമി, ആ ഭൂമിയിൽ എന്താണ് പാറകളും മലകളും ഇതേപോലെ ബഗീച്ചകളും അല്ലേ, ഇതേപോലെ കൃഷികളും. അപ്പൊ ഇതൊക്കെ നല്ലൊരു നമുക്കൊരു അത്ഭുതമായി തോന്നുന്നുണ്ട്. അപ്പൊ പറിക്കണോ? ഇത് എടുക്കണം. അല്ല ഞാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റാത്തത് യെസ്. അല്ല ഞാൻ വരെ പിടിക്കാനേ ഇല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്കേ എല്ലാവർക്കും അല്ല, കുറച്ചൊക്കെ മടിയാണ്. ഇപ്പൊ വൈറ്റ് കോളർ ജോബ്. അപ്പൊ എനിക്ക് നിങ്ങളിൽ നിന്ന് എന്ത് ഇഷ്ടപ്പെട്ടറിയോ? നിങ്ങൾക്ക് നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ കൃഷിയെ ഇഷ്ടപ്പെടുന്നത് വല്ലാത്തൊരു ആരോഗ്യം നിൽക്കുള്ളൂ അല്ലേ? മൊത്തത്തിൽ മരുന്നില്ലാത്ത മരുന്നില്ലാതെ കഴിക്കാം. അതൊന്നും ചെയ്താലല്ലേ. അതെ. ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞോ? 50 ഏകദേശം 50. ഓ, ഡേറ്റ് ഓഫ് ബർത്ത്. ഒരു മാസങ്ങൾ വ്യത്യാസം വരും. അത് എക്സാക്ട് അല്ല. ഇന്ന് നമ്മൾ എത്ര കൊമ്പ പറിക്കണ്? ഇതിപ്പോ 2 കൊമ്പില്ലേ? അടുത്ത നമുക്ക് ഇത് നോക്കാല. എന്താ കൂർക്ക? ഇനി അടുത്ത നമുക്ക് അവിടെ ഞാനൊക്കെ പിന്നെ ഈ കാണുന്ന പുളകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാണോ? ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഉപ്പുള്ള ഇതിനൊക്കെ ഒരു മാതൃകല്ലേ? അബ്ബ വാപ്പല്ലാണ്ട് ഇത് നടക്കുവോ? ഇത് വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ് വെട്ടി അന്നത്തെ കാലം. അതെ. ഇപ്പൊ എനിക്ക് നിങ്ങളൊരു ഡയലോഗ് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഇന്നലെ ഹാവലോഗ് പോയപ്പോഴേ എന്താണെന്നറിയോ, നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പൊ അബ്ബക്ക് 10 മക്കളല്ലേ? 9 മക്കള്. അപ്പൊ അതിലേ 10 ഉണ്ടായിരുന്നു. ഒന്ന് മരിച്ചു. ഒരാള് ഞങ്ങളെ മൂത്ത ഒരു പെങ്ങള് മരിച്ചു. അപ്പൊ അത് 10 ഇപ്പൊ 9 അപ്പൊ നിങ്ങളെ കൂടെയാണല്ലോ ഇപ്പൊ നിങ്ങളെ കൂടെയാണല്ലോ താമസിക്കുന്നപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞു എന്റെ കൂടെ അല്ല, ഞാൻ അവരുടെ കൂടെയാണ്. സാധാരണ ഒരു ചൊല്ലാണിത്. ചെറിയ മകന് തറവാടാണ്. അപ്പൊ ആ ചെറിയ മകനെ എല്ലാരും പറയും ഉമ്മ വാപ്പ നിന്റെ ഒപ്പല്ലേ. അങ്ങനെ ഇവിടെ ഒരു പറച്ചില് ഉമ്മ വാപ്പ നിന്റെ ഒപ്പല്ലേ. സംഭവം യഥാർത്ഥ അവരൊപ്പം ഞങ്ങളാ. അതെ അതെ അതെ. അല്ല അത് ഇന്നലെ പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിലേക്ക് അത് വല്ലാതെ ഒന്നും എന്താ അറിയോ എന്നെ ചിന്തിപ്പിച്ച്. കാരണം ഈ ഒരു സന്ദേശം ആളുകൾക്ക് എത്തണം. പറഞ്ഞ ഇതൊന്നും ഞങ്ങള് നേടിയിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതെ. അത് മാത്രല്ല വേറെ കാര്യേ, ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലൊക്കെ ഇപ്പൊ വൃദ്ധസദനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ വീട്ടിലിപ്പോ ഒരാഴ്ച താമസിച്ചല്ലോ. അപ്പൊ അതിൽ നിന്ന് ഇപ്പോ നിങ്ങളുടെ അബ്ബയോടും അമ്മയോടും നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അത് നമ്മളെല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട കാര്യമാണ്. ഈ അന്തമാന്റെ ക്വാളിറ്റിയാണ് അത് ഉണ്ട് ഇവിടെ. നല്ല ഞാൻ മാത്രല്ല, മാക്സിമം 100 അല്ല. അതുമല്ല മറ്റു സഹോദരങ്ങൾക്കൊക്കെ ഒരു അസൂയുണ്ട്. എല്ലാവരും അവരെ കൂടെ നിൽക്കണം. ഇല്ല, അതിപ്പോ സാധാരണ അങ്ങനെ അസൂയ എന്നല്ല, അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അബ്ബയും അമ്മയും അവരെ കൂടെ വേണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് മനസ്സിലായി. അപ്പൊ അതില് ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട്. ഇത് സാധാരണ ഇത് ഞാന്
ഇതിൽ പ്രത്യേകം ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയല്ല, അതെ അതെ എല്ലാ ഈ നാട്ടില് മാക്സിമം അങ്ങനെ തന്നെ, മാക്സിമം മക്കൾ അങ്ങനെ തന്നെ, ആരും തള്ളിക്കളയില്ല. ഓക്കെ കുഞ്ഞാണിക്കാ ഇതെന്താണ് കിണറോ? ഇത് കിണറാ. അല്ലത് തീരെ ആയില്ല, കുറഞ്ഞ് ഇല്ല ആയുണ്ട്. അത് നല്ല വെള്ളം കാണുന്നു, അധികം ആയം ഇല്ല ഇവിടെ വേണ്ട. അതായത് അത് ഉറവ് ഇപ്പൊ ദ്വീപില് ചെറിയ ഒരു അല്ലേ, ഇത് ഏത് സമയത്തും ഇതിൽ വെള്ളം ഉണ്ടാവും. ഇത് ഒരു 60-70 കൊല്ലം മുന്നേ, 60 കൊല്ലം മുമ്പത്തെ. ഇതിന്ന് മോട്ടറൊക്കെ അടിക്കൂലേ? മോട്ടർ ഇങ്ങോട്ടൊക്കെ വെള്ളം. ഇത് പച്ചക്കറി കൃഷികളുണ്ടല്ലേ? ഓക്കെ. കിണറുകളൊക്കെ ഭയങ്കര അല്ലേ? ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതില് ഇതന്നെ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു 20 വർഷം കൊണ്ട് ഇവിടെ ഇല്ല. മെയിൻ റോഡ് സിറ്റിയിലാക്കി, മെയിൻ റോഡിലാണ് താമസം. മെയിൻ റോഡില്. അപ്പൊ ഇവിടെ വരവും പോക്ക്. നമുക്ക് എയർപോർട്ട് നിങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ട് ശരിക്കും ഇങ്ങോട്ട്? എയർപോർട്ട് പ്രോപ്പർ എയർപോർട്ട് ബജാർന്നല്ല, മെയിൻ സിറ്റിന്നല്ല, എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരു 7 കിലോമീറ്റർ കാണും. 7 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? അത്രയും വളരെ അടുത്താണ്. പക്ഷെ ഈ സിറ്റിയുടെ നടുവിലും ഇങ്ങനത്തെ കാടുകളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കൃഷികൾ കാണുന്ന അറിയുമ്പോ നമുക്ക് വല്ലാത്തൊരു ഒരു സന്തോഷം. ഇതെല്ലാം ഞങ്ങൾ ആദ്യം ചെയ്തിരുന്ന. അതെ 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 അതെ. ഇവിടെ തന്നെ ജീവിതം മുഴുവൻ ഞങ്ങൾ ഇവിടെ പണ്ട് കാലത്തില്ലേ? പണ്ട് ഞങ്ങൾ ഇവിടുന്ന് എത്രയോ കറണ്ട് ഇല്ലാത്ത കാലത്തൊക്കെ അല്ലേ? കറണ്ട് അടുത്ത കാലം ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് ചിമ്മിനി വളക്ക്. അല്ല നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ അതേപോലെ അവർക്കൊക്കെ എപ്പോഴും കറണ്ടോ? ഇല്ലല്ലേ? അതേപോലെ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ചിമ്മിനി വളക്ക് ഇപ്പൊ ഒരുപാട് ഡെവലപ്പ് ആയില്ലേ ഒരു ചെറിയ കാലം കൊണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ വക്കം പുരുഷോത്തമൻ സാർ വന്നതിന് ശേഷമാണ് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായതല്ലേ? ഓഫീസറിനെ പേടിപ്പിച്ച് വെച്ചിരുന്നു. അപ്പോഴാണ് എല്ലാവരും കാര്യങ്ങളും. ഇതാണ് നമ്മളെ മറ്റേ ബഗീച്ച, എന്താ പറഞ്ഞ ഇതിന് പേര്? തൊയ്ത്ത് ജോപ്പിടി പറയുമ്പോ നമുക്ക് ചെറിയ ഈ മരത്തിൽ വന്ന് അന്ന് 1 കിലോ കുരുമുളക് അറുത്ത് വെച്ച് അത് സ്വന്തം യൂസ് ചെയ്യാം. ഈ മാർക്കറ്റിന് ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങണേ, ഒറിജിനൽ അങ്ങനെ വീട്ടിലുണ്ട്, അവിടെ ഉണ്ട്. നമ്മളിപ്പോ ഈ വണ്ടി വാങ്ങിയതേ ഇങ്ങനെയൊക്കെ അല്ലേ, ഒരു ഓഫ് റോഡ് ഒക്കെ ആയിട്ട് ഓട്ടാൻ പറ്റുന്ന. ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഞാൻ വാങ്ങിയതാ. മറ്റേ വണ്ടികള് അല്ലേ? മറ്റേ വണ്ടികളിൽ അധികം വരും, അത് വരും കാട്ടുകൂടി നടത്താൻ. അതെ, പങ്ങടത്തൊക്കെ വലിയ വലിയ വണ്ടികളല്ലേ, നല്ല പുതിയ പുതിയ വണ്ടികള് അതൊക്കെ ഓട്ടി. പക്ഷെ വേറെ ക്വാളിറ്റി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി വിട്ടു കൊടുക്കാൻ ഭയങ്കര മടിയാ, കേട് വരും, RC ഓണർ പിടിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം കണ്ടല്ലേ. എനിക്ക് തന്നെ ഇപ്പൊ എടുത്തോ, എനിക്ക് ലൈസൻസ് ഉണ്ടോ അതുണ്ടോ ഒന്നും നോക്കണില്ല. വണ്ടി തരുന്നു, തുറന്ന മനസ്സാണ്. അതെ അതെ, എല്ലാവർക്കും കാണൂല ചില ആള്. പക്ഷെ ഈ സെക്കൻഡ് നിങ്ങൾ വാങ്ങാനുള്ള കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ട് അല്ലേ? ഇങ്ങോട്ട് ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഇന്നലെ തേങ്ങ ഒരു 8 ചാക്ക് ഇഞ്ചി പറിച്ചു. അല്ലെ കൊണ്ടുപോണെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് ഇതെല്ലാം ആകാൻ പോണ കാര്യമല്ല. അപ്പൊ സ്വന്തം സെക്കൻഡ് ഹാൻഡ് വാങ്ങി അത് സ്വന്തം യൂസും ചെയ്യാം. ചെറിയ പൈസക്ക് അല്ലേ? ചെറിയ പൈസ. ഒരു വണ്ടി വാങ്ങി ഇത് പുതിയ വണ്ടി വാങ്ങണമെങ്കിൽ 15-30 ലക്ഷം വേണം. ഇല്ല, പുതിയത് വാങ്ങണേ. ഇത് 2-3 ഒക്കെ അല്ലേ? പഴയത് വാങ്ങുമ്പോ 2-3 ഒക്കെ അല്ലേ? ഇത് ഞാൻ 3 ലക്ഷത്തിന് 3 ലക്ഷത്തിന്. എന്നാലും നല്ല ഇതുണ്ട്. അപ്പൊ ഇന്നലെ ഞാനേ ഇത് കൊണ്ടുവന്നു, അബ്ബയോടെ ആക്കി. പിന്നെ ഇവിടെ തേങ്ങ കുറച്ച് കൊണ്ടുപോയി. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. നിങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നേ? ഡ്യൂട്ടിയിലായപ്പോ ഞാന് ഇന്നലെ മറ്റേ ഇതുണ്ടായിരുന്നു, നമുക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഒരാള് എമർജൻസി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഇന്ന് വേണം, കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ എടുത്ത് പെട്ടെന്ന് പോകണം. അങ്ങനെ നമുക്ക് അങ്ങനെ കൂർക്ക പറിക്കാൻ അങ്ങോട്ട് പോട്ടോ. ഞാനേക്കാ തേങ്ങക്ക് ഉഷാറായിട്ടുണ്ടല്ലോ. തേങ്ങ ഉഷാറാകാൻ ഒന്നുമില്ല. ഇവിടുത്തെ പ്രത്യേകത ഇത് തന്നെയാണ്. ഈ തെങ്ങ് ഞങ്ങൾ നട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കൂല, ഇതാണ് പ്രത്യേകത. പക്ഷെ തെങ്ങ് നാട്ടിൽ ചതിക്കുകയാണെങ്കിൽ തെങ്ങിനെ തിരിഞ്ഞു നോക്കിയെങ്കിലും ഇവിടെ നല്ല എന്താ നൽകുന്നുണ്ട്, തേങ്ങ നൽകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാ ഞാൻ പറഞ്ഞത്, വണ്ണം നല്ല വണ്ണല്ല മരങ്ങളാ. പ്രത്യേകത എന്താണ് പറഞ്ഞാൽ നട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ഇതാണ് പ്രത്യേകത. അത് ഈ ഭൂമിന്റെ അല്ലെ ഒരു പ്രത്യേകത കൂടിയാണ്. ഞങ്ങൾ പിന്നെ ഇതിനെ തിരിഞ്ഞു നോക്കൂല, ഇത് അന്ന് കാലം നട്ടു. പക്ഷെ പിന്നെ എന്നും തേങ്ങ തിന്നാ. ഇന്നലെ തന്നെ ഞാൻ കൊറേ തേങ്ങ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ തേങ്ങ കിട്ടൂല ഇവിടെ, അതങ്ങ് ചാടനെടുക്കുക. ഇപ്പൊ ആളെ കിട്ടില്ല, ആളെ പറിക്കാൻ കിട്ടണില്ല. നിങ്ങൾ കയറുമോ? അപ്പൊ ഞാനൊക്കെ
വെറുതെ പറയല്ല, ചെറുപ്പത്തിൽ വേറെ ആളെ മരത്തും വന്ന് കേറി കട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. അന്ന് പണ്ട് ചെറുപ്പകാലത്തില്. പക്ഷെ അന്ന് നമുക്ക് ഒരുപാട് ഉണ്ട് അല്ലേ? അല്ല അല്ല, സത്യസന്ധമായിട്ട് പറയാല്ലേ, നമുക്ക് സത്യം തുറന്നു പറയാം. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. വെറുതെ ഒരു പറഞ്ഞ കാര്യല്ലോ. പിന്നെ ഇത് നമ്മൾ ഇതെന്താ കൃഷി ചെയ്യുന്നത്? ഉണങ്ങി പോയിക്കണല്ലോ. ഇതെല്ലാം ചെരങ്ങണ്ടല്ലേ? ചെരങ്ങ ആയിട്ടും പിന്നെ ഈ അമരക്കായിട്ടും ഇതൊക്കെ ഉണ്ടാക്കണം. അത് ഇതില് കുറച്ച് ഞങ്ങളതുമാണ്, കുറച്ച് അവരതും. പിന്നെ കൊറേ ആളുകൾക്ക് ഉണ്ടല്ലേ അപ്പുറത്തൊക്കെ അല്ലേ, പല കാടുകള്, അതുപോലെ തന്നെ മരങ്ങള്. ഇതില് ജൽദി ആയേ. ഇതില് ഞാൻ കൃഷി ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഈ വെള്ളം അടിക്കലും ഇതും എല്ലാം ആകണില്ല. അപ്പൊ അവരോട് പറഞ്ഞു കുറച്ച് നിങ്ങളും ചെയ്തോ, അല്ലാണ്ട് വഴിയില്ല. കാരണം നിങ്ങളെ സ്ഥലല്ലേ, നിങ്ങളുടെ സ്ഥലം മറ്റുള്ളവർക്ക് വെറുതെ വിട്ടുകൊടുത്ത് ഇത്ര മാത്രം ഇത്, അല്ലാണ്ട് ഇത് ഞങ്ങൾ ചെയ്യാൻ പറ്റണില്ല. വെള്ളം അടിക്കണം പറഞ്ഞ വെള്ളം ഉണ്ട് സത്യത്തില് അല്ലേ? പെങ്ങളൊക്കെ ഗവൺമെന്റ് ടീച്ചറാണല്ലേ? ഒരു പെങ്ങള്. പിന്നെ എല്ലാവരും വ്യത്യസ്ത ജോലിക്കാരുണ്ടല്ലേ? എല്ലാരും ജോലി ഇല്ല. ജ്യേഷ്ഠന് കപ്പലിലാണ്, കപ്പല് സീമാൻ അല്ലേ? അതൊരു ആഴ്ചയിലേ വരുള്ളൂ അല്ലേ? കപ്പലിൽ പോയിക്കാണ്ട് എല്ലാ ദ്വീപിലും പോയിട്ട് അത് വരും. ആ ദ്വീപിന്റെ ഷെഡ്യൂളിന്റെ കണക്കാണ്. അത് ഒരു ദിവസം അവിടെ വന്നാ നിൽക്കും. അതെ, നമുക്ക് എന്തല്ലേ ഹാവലോക്ക് പോവാന് ടിക്കറ്റ് അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടല്ലേ? അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ടിക്കറ്റ് ഇല്ലാത്ത സമയത്തല്ലേ? പക്ഷെ ഇവിടെ തേങ്ങകളും അതേപോലെ തന്നെ പ്രകൃതി കാണുമ്പോഴേ എവിടെ നമ്മൾ കൂർക്കഞ്ഞ എവിടെയാണ്? കൂർക്ക് അത് കാണൂല, അത് മണ്ണിന്റെ അടിയിലാണ്. അത് എടുക്കണം നമുക്ക് എടുക്കല്ലേ? എടുക്കണം പറഞ്ഞ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ കാണൂല. എങ്കിലും ഞാൻ ഒരു ട്രൈ ഇങ്ങനെ ഒന്ന് കാണിച്ചു. ചിലതിൽ ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവൂല. ഇപ്പൊ ഇത് സംഭവം ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ഇത് വേണം. ഇതിപ്പോ മണ്ണ് ഉറച്ചിക്കണ്. ഇതാണ് ഇത് ചെറുതാണ്, ചിലത് വലുപ്പുണ്ടാവും. അത് ഒന്നും ഇതില്ല. ഇതാ ചിലതിലുണ്ടാവും. ഇതാ ഉരുളൻകിഴങ്ങിന്റെ വിത്ത് മാതിരി ഒരു മുരട്ടുന്നത്. ഇതാ ഇത് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കണല്ലേ? ഇത് എടുക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും എമർജൻസിയിൽ ഇത് പറ്റൂല. പക്ഷെ എന്നാലും നമ്മൾ ഒഴിഞ്ഞ സമയത്ത് ഇങ്ങനല്ലേ ഇതൊക്കെ ചെയ്യും. ഇത് ചെയ്യണ്ടേ? അതെ, ഇത് ചെയ്താലല്ലേ നമ്മൾ ഇതാ. അതെ. ഇന്നലെ നമ്മള് കൂർക്കും ബീഫും, അതെ കൂർക്കും ചിക്കനും നട്ടീന്ന്. കൂർക്കും ബീഫും അല്ലേ? കൂർക്കും ബീഫും അടിപൊളി അല്ലേ? അത് ഒരുപാടേ. പിന്നെ നമുക്ക് ഇവിടെ ഈ ഗുലാബ് ജാമുനൊക്കെ വാങ്ങണാണ്. ഗുലാബ് ജാമുൻ, രസഗുള, ഗുലാബ് പൂവിന്റെ പേര് മാതിരി ഗുലാബ് ജാമുനാണ്. അല്ല അത് ഇവിടെ എല്ലാം ഭക്ഷണത്തിന് കൂടെ ഉണ്ട് ഇവിടെ. അത് എളുപ്പപ്പണിയാണ്. അത് എളുപ്പപ്പണി അതുകൊണ്ടാണ്. അത് എളുപ്പല്ലേ? മറ്റേ ഉണ്ടാക്കണ അതിന്റെ കൂടെ കുറെ നേരം കഷ്ടപ്പെടണം. അപ്പൊ ഇത് എളുപ്പം. അപ്പൊ ഗുലാബ് ജാമുൻ, രസഗുള അല്ലേ? പിന്നെ സാധാ അല്ല ഫ്രൂട്ട് സലാഡ് കാര്യങ്ങളൊക്കെ അല്ലേ? കാര്യങ്ങള് കുട്ടി മക്കളോട് നോക്കാം. മക്കളോട് ഞാൻ പറഞ്ഞു അത് കൊണ്ടുപോവാ. അല്ല വരും പറഞ്ഞു. മക്കള് വീഡിയോയിൽ ഉണ്ടാവുന്ന വിചാരിച്ച വരാത്തത്. വീഡിയോ പൊടിച്ച് തലക്കെ നിക്കുന്നുണ്ട്. അവരെ പ്രത്യേകത അവർക്കൊക്കെ നാണായി മാറി. ഇന്നത്തെ കാലം ഇതെല്ലാം നാണായി മാറി. അതല്ല ഇത് നല്ലേ. ഇപ്പൊ നിങ്ങളെ മക്കളൊക്കെ നല്ല അച്ചടക്കത്തിലുള്ള കുട്ടികളെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികളെ മാർക്കല്ല അച്ചടക്കം. അവരെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ ലേബറിന്റെ പൈസ കൊടുക്കണം അവർക്ക്. അതന്നെ അച്ചടക്കം. ഷഹിന അയ്യേ, ഇതാണ് കൂർക്കള്. കഷ്ടപ്പെട്ട് കൂർക്കല്ലേ? ഇത് തിന്നാൻ എന്ത് രുചിയാണ്. കുഞ്ഞാണിക്കാ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനേ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിപ്പോ ഒരു പ്ലാൻ ചെയ്യാതെ എടുത്ത വീഡിയോ ആണല്ലോ. ഇതും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനേ എന്റെ ചോദ്യത്തില് ഞാൻ ജപ്പാനാണ് ഉദ്ദേശിച്ചത്. ജപ്പാന്. പക്ഷെ ജർമ്മനി ആദ്യം പോയത്. അത് അപ്പൊ ജപ്പാൻ ഇവിടെ ജർമ്മനിനെ പറ്റി ചോദിച്ചു. അല്ല അതെ, ജർമ്മനിയെ പറ്റി ചോദിച്ചത്. അപ്പൊ ജർമ്മനി ശരി തന്നെയാണ്. പക്ഷെ ജപ്പാൻ ഇവിടെ ഒരിക്കൽ ഭരിച്ചിരുന്നല്ലോ അല്ലേ? ഒരിക്കൽ ഇവിടെ ഭരിച്ചിക്കണ്. ഞങ്ങളെ സമയത്തൊന്നുമില്ല, അത് പൂർവികന്മാരെ സമയത്ത്. അതായത് വെല്ലിപ്പാര് വേൾഡ് വാർ അല്ല, സെക്കൻഡ് വേൾഡ് വാറിൽ ഈ അന്തമാനെ പിടിച്ചിരുന്നു. 1942 തൊട്ടിട്ട് 1945 വരെ. 1945 വരെ. പിന്നെ അവര്
എന്താ ഹിരോഷിമ നാഗസാക്കിയോ എന്താണ് അവിടെ ഒരു ബോംബൊക്കെ അന്നത്തെ കാലം എന്തൊക്കെ ആയില്ലേ, ആ സമയം വിട്ടുപോയി തോറ്റുപോയി. ഇന്നിപ്പോ അർജന്റീന നമുക്ക് കുറച്ച് കൂർക്ക കൊടുക്കണല്ലേ. എനിക്ക് ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തു, പെട്ടെന്ന് വേണമെന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എടുക്കണം പറഞ്ഞാലേ ജോലി കുറഞ്ഞ സമയം കൊണ്ടാണ്, അതായത് നമ്മളെ ജോലി നോക്കാം. ഇത് സംഭവം ഇങ്ങനെ ഇതിനൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ. പക്ഷെ ഇന്ന് ആളുകൾക്ക് എന്താ എല്ലാവരും പച്ചക്കറിയൊക്കെ വാങ്ങുകയാണ്. ഈ പച്ചക്കറി അല്ലേ ഇപ്പൊ ചില സമയത്തൊക്കെ പല മരുന്നും വരുന്നത് മരുന്നടിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു മരുന്ന് ഉപയോഗിക്കണില്ല. ഇത് മണ്ണ് കൂട്ടി അത് നട്ടു. ഇത് 3 മാസം, ഇതിന്റെ സമയം 3 മാസമാണ് എങ്കിൽ അത് എടുക്കുമ്പോ 4 മാസം ആവും. 4 മാസം ആവൂല, 3 മാസത്തിൽ ഇത് തയ്യാറാവും. എക്സാക്ട് 3-ലാവൂല, പറച്ചിൽ അങ്ങനെയാണ്, പക്ഷെ തയ്യാറാവും. മൂപ്പിന് കുറവുണ്ടാവൂല. ഞാനേക്കാ അതിന്റെ ഇടയിൽ നിങ്ങൾ എള്ളിന്റെ പരിപാടി ഉണ്ടാ? സ്വന്തം യൂസ് വേറെ ആൾക്കല്ല, വിൽക്കാനല്ല, സ്വന്തം. അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എടുക്കണ്ടേ. എള്ളിന്റെ പുട്ട് ഉണ്ടാക്കും, എള്ളുപുട്ട്. പിന്നെ അപ്പൊ ഇത് അല്ല എള്ളുകൊണ്ട് ഇവിടെ എണ്ണ ഉണ്ടാക്കോ? എണ്ണ ഉണ്ടാക്കുക. എണ്ണ എന്തുകൊണ്ട് നാട്ടിന്ന് വരുന്നാണ്? അല്ല നമ്മൾ എള്ളെണ്ണ നാട്ടിലുണ്ട്. ഇവിടെ ഇവിടെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഈ തേങ്ങന്റെ എണ്ണ എടുക്കൂല. എള്ളിന്റെ ഞങ്ങൾ എടുക്കാറില്ല. ഇവിടെ അതിന്റെ സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. ഇത് മാത്രം ഇങ്ങനെ തിന്നാന് ഒറിജിനൽ ടേസ്റ്റ്. നാട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഇനി എത്ര ഉണ്ടാവാന്? ഇതേ വിളവെടുക്കാനേ ഇപ്പൊ 3 മാസം അല്ലേ? 3 മാസം നാട്ടിലത്തെ മരക്കന്നെ 3 മാസം അല്ലേ? 3 മാസം വിളവെടുത്ത്. ഇത് സാധാരണ 9-ാം മാസം ഇതിന്റെ കണക്ക് ഇടല്. 9-10. ചിലപ്പോ നിങ്ങൾ ഈ ബഗീച്ചയ്ക്ക്, അതായത് ഈ പാടത്തേക്ക് ഫാമിലി ഒന്നാകെ ഭക്ഷണം, അവര് പറഞ്ഞു ഭക്ഷണം പച്ചക്കറി അത് ഇവിടെ ഞങ്ങൾ ഈ വണ്ടിയിൽ വരും, ചട്ടി പാത്രം ഇവിടെ ഉണ്ടാക്കും. ഒരു രസാക്കില്ലേ ഫാമിലി ആക്കിട്ടൊക്കെ. ഇതെന്താണ്? അതവിടെ ഉണ്ട്. ഇത് പറങ്കൂച്ചി അല്ലേ? അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പോയി. ഇവിടെ ആർക്കും ഇല്ല, എനിക്കുണ്ട്. അങ്ങനെയല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇവിടെ ഈ പറങ്കൂച്ചിയൊക്കെ ഉണ്ട് അല്ലേ? അതെ, എല്ലാം ഉണ്ടല്ലേ കേരളത്തിലുള്ള ഒരു കേരളം തന്നെ പറയാം അല്ലേ? ഒരു മിനി കേരള. അതായത് ഒരു ഇന്ത്യയിലെ ഒന്നാകെ യാത്ര ചെയ്തതിന് പകരം ഈ ആന്തമാനിലൊന്ന് നടന്നാല് ഒരു ഇന്ത്യ കാണാം. ഞാനേക്കാ ഇപ്പൊ ഇവിടത്തെ മെയിൻ ഒരു കർഷകനാണ് നിങ്ങള്. പക്ഷെ എന്നാലും പല കർഷകർക്കും അങ്ങനെ ഒരു സംസാരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്കൊന്നും എന്താ പറയാ ഒരു സ്റ്റേജിൽ സംസാരിക്കാനോ അതല്ലെങ്കിൽ വീഡിയോ സംസാരിക്കാനോ അല്ലെങ്കിൽ കൃത്യമായ എക്സ്പ്ലെയിൻ നൽകാനോ ഇതിപ്പോ നിങ്ങൾ പഠിച്ചിടൊന്നുമല്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എത്ര വരെ എങ്ങനെയാണ് നിങ്ങൾ സ്കൂൾ ജീവിതവും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ? സ്കൂൾ ജീവിതം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. എങ്കിലും സ്കൂൾക്ക് ഞങ്ങളെ വീട്ടുകാർ അയച്ചിക്കണ്, ഉമ്മ അയച്ച് പഠിപ്പിച്ചിക്കണ്. അന്ന് കാലം തോറ്റുപോയ അടിയാ. അന്ന് നിങ്ങൾ പഠനത്തിൽ നല്ല ശ്രദ്ധിച്ചിരുന്നോ? അതാ പഠനത്തിൽ അത്ര ഞങ്ങള് ബുദ്ധി കൊടുത്തില്ല. അത് അതിന്റെ പ്രത്യേകത അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അന്ന്. ഇന്ന് അത് ആലോചിക്കുന്നുണ്ട്. ഇന്ന് മക്കളെ നല്ല പഠിപ്പിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാൻ പഠിച്ചിക്കണ്. എന്റെ പഠിപ്പിനെ പറ്റി പറഞ്ഞ ചിരിക്കും എല്ലാരും. എന്തായാലും പറയും. കാരണം ഞാൻ 7-ാം ക്ലാസ് പോയിട്ടേ ഒരു 4 കൊല്ലം ഇരുന്നു. 4-ാമത്തെ കൊല്ലാണ് ഞാൻ പാസ്സായത്. 7-ാം ക്ലാസ് 4 കൊല്ലം ഇരുന്നില്ല. 4 കൊല്ലം. ഇപ്പോ അതിൽ എങ്ങനെ പറഞ്ഞ ഫസ്റ്റ് തോറ്റു, 2-ാം പ്രാവശ്യം ട്രൈ ചെയ്തു, അതിലും തോറ്റു. അപ്പൊ 1 വർഷം പോയില്ല. 4-ാമത്തെ പ്രാവശ്യം പോയി ജയിച്ചു. പിന്നെ 8-ല് 2 കൊല്ലായിരുന്നു. 8-ാമത്തെ കൊല്ലാണ് പാസ്സായത്. 8-ല് പഠിച്ചില്ല. പഠിച്ചു 2 കൊല്ലം തുടർന്ന് പഠിച്ചു, പക്ഷെ പാസ്സായി. പിന്നെ 2-ാമത്തെ കൊല്ലം പാസ്സായി. പിന്നെ 9-ല് ഒരു 2 കൊല്ലം പോയി. 2-ാമത്തെ കൊല്ലം. അപ്പൊ ടോട്ടല് ഞാൻ 76 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 95-ല് എന്റെ 9-ാം ക്ലാസ് കഴിഞ്ഞത്. പരമാവധി പഠിച്ചു സ്കൂളില്. ഈ വിവരം ആർക്കും ഉണ്ടാവില്ല, കാരണം 7, 8, 9 ഇതിൽ പഠിച്ച വിവരം എന്റെ അത്ര ആർക്കും ഉണ്ടാവില്ല.
അല്ല അതിന് വേറെ ഇതുണ്ട്. ഇപ്പത്തെ കുട്ടികൾക്ക് പഠിച്ചാലും പഠിച്ചെങ്കിൽ പാസ്സാക്കല്ലേ, അല്ലെങ്കിൽ മാർക്കിട്ട് കൊടുക്കണേ. ഇന്നിപ്പോ സ്കൂളിലൊക്കെ സത്യം പറഞ്ഞാലേ ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും അറിയാത്ത കുട്ടികൾ വരെ ഇവർ ജയിപ്പിച്ചിട്ട് മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് രക്ഷിതാക്കൾക്കൊന്നും എന്ത് മതി, മാർക്ക് കിട്ടിയാൽ മതി. എങ്ങനെ മാർക്ക് കിട്ടിയത്? ഇത് കോപ്പി അടിച്ചിട്ടാണോ വെറുതെ കെട്ടിയാണോ കൃത്യമായിട്ടുള്ള അറിവുണ്ടോ എന്നുള്ളതില്ല. അതില് പണ്ടത്തെ കാലത്ത് പറഞ്ഞാല് വെറുതെ പാസ്സാകൂല. അതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ റൂൾ തന്നെ. അല്ല നിങ്ങളൊരു 9 പോയി, പിന്നെ 10 പോയോ? 10. പിന്നെ എന്റെ താഴെ 5 പെങ്ങന്മാരുണ്ട്. 5ാമത്തെ ആളെ കൂടെ പഠിക്കാൻ എനിക്കൊരു നാണം, അതുകൊണ്ട് ഞാൻ പഠിച്ചു. 5ാമത്തെ ആളെ കൂടെ പഠിക്കാനൊരു. അല്ല ഇപ്പൊ പെങ്ങളൊക്കെ ഗവൺമെന്റ് ടീച്ചറാണല്ലോ, അവരൊക്കെ പഠിച്ചോ? ഒരാളാണ് അവളപ്പൊ പഠിച്ചിക്കണ്, അവള് നല്ല പഠിച്ച്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാം പഠിക്കണ്ടല്ലേ? പഠിപ്പ് ഉണ്ടായിരുന്നു അന്ന്. ഗവൺമെന്റ് ജോലി കുറവായിരുന്നു, ഇന്ന് കുറച്ച് കൂടുതലാണ്. ഒന്നാകെ ഒരു 1000 പോസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അന്ന് 1 or 2 ഏതായാലും ഒരു ഡിഗ്രി വരെ പോകേണ്ടത് 9 പോയിക്കാണ്. 9 വരെ പഠിച്ചിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് വേറെ ഡ്രൈവിംഗ് അല്ലാതെ വേറെ ജോലി ഉണ്ടായിരുന്നു. ഈ കൃഷി ഇത് ഇടയിൽ അന്ന് വാപ്പ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. അന്ന് ഞങ്ങൾ കുറച്ച് മുതിർന്നേക്ക് കുറച്ച് വെളിയിലോട്ട് കാണണം, അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പണി പറഞ്ഞാൽ ഞങ്ങൾ. അല്ല സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിൽ ഇപ്പൊ കയറി എത്ര വർഷമായി? അത് ഞാൻ 20 വർഷമായി. 20 വർഷം 2006 ചെയ്യുന്നുണ്ടല്ലേ? സ്ഥിരമല്ല, പെർമനന്റ് അല്ല. അതിന്റെ മുമ്പ് ഞാൻ ഒരു ടൂറിസ്റ്റിന്റെ വണ്ടിയാ ഓട്ടിരുന്നു. പ്രൈവറ്റ് ഒരു ലൈറ്റ് വെഹിക്കിൾ. അതെവിടെയായിരുന്നു? ഇവിടെ തന്നെ. പിന്നെ വേറെ എവിടെ ഒരാഴ്ചയിലേക്ക് വരും പറഞ്ഞോ? ആഴ്ചയിലോ ഉമ്മ പറഞ്ഞു? അത് ഈ ഗവൺമെന്റ് സർവീസിലാണ്. ഈ STSന്റെ ഭാഗമായിട്ട് തന്നെ ക്യാമ്പൽ ബേ പോയിരുന്നു അല്ലേ? അവിടെ പോകുമ്പോ ഒരാഴ്ച തിരിച്ചറിയാം. ആഴ്ചയല്ല, മാസങ്ങളോ പിടിക്കും അല്ലേ? ഓരോരോ മാസത്തിലൊക്കെ വന്നിരുന്നു. കേരളത്തിലേക്ക് ഏറ്റവും ചെറുപ്പത്തിൽ വന്നത് എപ്പോഴാ? ഞാൻ വന്നിട്ടില്ല കേരളത്തിൽ. ഇതിലൊന്നിട്ടില്ല? ഇല്ല, ഇപ്പൊ അടുത്ത്. ചെറുപ്പത്തിൽ വന്നിട്ടില്ല, അതായത് ഈ അടുത്ത്? ഇല്ല, ഈ അടുത്ത് ഇപ്പൊ ഒരു 5-6 വർഷം മുന്നേ. 5-6 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് എത്തി അല്ലെ? അന്നാണ് എന്റെ ഇക്കാക്കന്റെ സലീമിന്റെ കൂടെ ഒക്കെ ആ വരവ് അല്ലേ? യാത്ര ചെയ്തൊക്കെ നല്ല അല്ലേ? അതെന്റെ ഒരു ഫസ്റ്റ് വരവ്. അപ്പൊ അല്ലെ കേരളത്തിലേ വന്നപ്പോ ഇനിയും വരാൻ ആഗ്രഹമില്ലേ? ആഗ്രഹം ഉണ്ട്, പക്ഷെ ഞങ്ങളെ ഈ ചുറ്റുപാട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളെ കാര്യങ്ങൾ ഇതെല്ലാം കഴിച്ച് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരണം ഞങ്ങൾ ആഗ്രഹം. എല്ലാം പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ ആളില്ല. അതെ, ഇതൊക്കെ അത് ഞാൻ നിങ്ങളെ ഷെഡ്യൂൾ നോക്കി. 4 മണിക്ക് എണീക്കുന്നു, പിന്നെ ഓടുന്നു, ഉച്ചവരെ ഡ്യൂട്ടി എടുക്കുന്നു, തിരിച്ച്. അല്ല ഡബിൾ ഡ്യൂട്ടി ഇതിലുണ്ടോ? ഉണ്ട്. അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക്. അല്ല ഡബിൾ ഡ്യൂട്ടി എടുക്കുമ്പോ ഡബിൾ ലീവ് ഉണ്ടോ? ലീവ് കിട്ടും. ചോദിച്ചാ ലീവ് കിട്ടും. പക്ഷെ ഇത് ശമ്പളം കൂടൂല? ശമ്പളം അവിടെ എങ്ങനെയാ അറിയില്ല. നാട്ടില് ഇവിടെ ചുരുങ്ങിയത് 1000. ഞാൻ ഇവിടെ ഒരാൾ ചോദിച്ചു, ഒരു പ്രൈവറ്റ് കണ്ടക്ടറോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് ഇന്ന് ഡബിൾ ഡ്യൂട്ടിയാണ്, എന്നാൽ ഡബിൾ ഡ്യൂട്ടിയാണ്, ഇന്ന് സിംഗിൾ ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞു. പ്രൈവറ്റും ഗവൺമെന്റും വ്യത്യാസമാണ്, വളരെ വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത നമ്മുടെ പ്ലാൻ എന്താ? എന്തെങ്കിലും താറാവിന് ഒരു തീറ്റ കൊടുക്കല്ലേ? നാട് പോവല്ലേ? ഓക്കെ, നാട് പോവാം. ജനകാ, ഇതാണ് ഇപ്പൊ നമ്മളെ എന്താണ് ഇവിടുത്തെ താറാവ് കൃഷിയില്ലേ? ഈ വെള്ളല്ലേ, ഇത് താറാവിന് വേണ്ടി അല്ലെങ്കിൽ 2 മീനോ എന്തെങ്കിലും ഇട്ടിട്ട് ചുമ്മാ നമ്മൾക്ക് കഴിക്കാല്ലേ മീൻ. എങ്കിലും ഇവിടത്തെ മീൻ ഈ ഇങ്ങനത്തെ വെള്ളത്തിൽ, ഉപ്പ് വെള്ളം അല്ലാത്ത വെള്ളത്തില് മീന് ഞങ്ങൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ കൊണ്ട് പറ്റണില്ല. പിന്നെ ഈ താറാവൊക്കെ കുറച്ച് നടന്നോട്ട് വെച്ചിട്ടേ. താറാവുകൾ ഇതെപ്പോഴാ നീന്ത? വൈകുന്നേരം രാവിലെ? ഇല്ല, അവർക്ക് തണുപ്പും അവർക്ക് ചൂട് തോന്നുമ്പോ അവരിറങ്ങും, അവര് നീന്തും. അങ്ങനെ ഇപ്പൊ ഇതിന് തീനി രാവിലെ കൊടുത്തിക്കണ്. ഞാനല്ല, അത് ഇവരോട്ട് ഞങ്ങളെ. അതല്ല, താറാവല്ലാത്ത വേറെന്തല്ലോ അവിടെ എന്താ? എവിടെ? അവിടെ ഇത് ഇല്ല, അത് താറാവാണ്. അല്ല അത് എന്താ കിന്നി എന്താ അതിന്റെ പേരൊന്നും അറിയില്ല. അല്ല ഉണ്ട്.